നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെഡ്, മുട്ട, ടൊമാറ്റോ, കാബേജ്, ഉള്ളി, പിന്നെ ടൊമാറ്റോ സോസും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് മുട്ട വറുക്കണം. ആദ്യം മുട്ട വറുക്കാം. അരിയെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പോളിയിട്ട് നമ്മളിപ്പോ മറിച്ചിടാട്ടോ. അപ്പൊ ഗായ്സ്, പ്ലാൻ ഫെയിൽഡ്. ഇത് പൊട്ടിപ്പൊളഞ്ഞു പോയി. ഗൈസ്, എത്ര തോൽവിയായാലും നമ്മൾ തോറ്റ് സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് ഒട്ടിപ്പിച്ചിട്ടോ. അപ്പം ഇനി നമ്മൾക്കിത് ചൂടായവരെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, മുട്ട ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് 4 കഷ്ണാക്കണം കേട്ടോ. അപ്പം നമ്മൾ 4 കഷ്ണാക്കാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ 6 കഷ്ണമാക്കിയിട്ടുണ്ട്. 2 കഷ്ണം ആക്കണം എന്ന് വിചാരിച്ച് നമ്മൾ 6 കഷ്ണമാക്കിയിരിക്കണം ഗായ്സ്. വാട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാ. അങ്ങനെ നമ്മളെ മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ബ്രെഡും ചൂടാക്കണം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് ബ്രെഡ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് നമുക്ക് തലതിരിച്ചിടാം. അത് കൊളായി ചെയ്തോ അമ്മ. അമ്മ പണി പാളിട്ടോ. അപ്പൊ ഗായ്സ്, ഇതുപോലെ എല്ലാ ബ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് അടുത്തത് ചെയ്യാം. അപ്പൊ ഗായ്സ്, ആദ്യം നമ്മള് ബ്രെഡ് ചൂടാക്കാം. ഇതുപോലെ വേണം കേട്ടോ ചൂടാക്കാൻ. നല്ല ക്രിസ്പിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ആകെ ഒരു ബ്രെഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ്, ഇനി നമ്മൾക്ക് ആകെ ഈ ടോപ്പിങ്സ് മാത്രമേ ഇടാനുള്ളൂ. അടുത്ത
തേയില നമ്മൾ ടൊമാറ്റോ സോസ് ഇതുപോലെ നമുക്ക് ആദ്യം മുട്ട മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വലിയ കഷ്ടമായതുകൊണ്ട് നമ്മൾ വലിയ ചേർക്കുന്നു. കാബേജ്, 2 തക്കാളി, പിന്നെ അടച്ചുവെക്കാം. അപ്പൊ നമ്മുടെ 3ാമത്തെ സാൻഡ്വിച്ച് റെഡി. ദുഷ്ടത്തിയാ. പിന്നെ ഉള്ളി, നമ്മുടെ ലാസ്റ്റ് സാൻഡ്വിച്ച് ഗൈസ്. തക്കാളിയും ടൊമാറ്റോ സോസ് ഒഴിക്കണ്ട കേട്ടോ. സ്പ്രെഡ് മാറ്റി വെക്കണ്ട കേട്ടോ. ഇവിടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു മാറ്റാം. ടൊമാറ്റോ സോസ് കഴിഞ്ഞു. അപ്പൊ ടൊമാറ്റോ സോസ് കഴിഞ്ഞിട്ടോ. ഇതാണ് കുറച്ചുണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സാൻഡ്വിച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് കഴിച്ചേക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. ഇനി നമുക്ക് കഴിച്ചേക്കല്ലോ. ഇങ്ങോട്ടൊക്കെ ഒന്നും കൂടി കടിച്ചോ. അപ്പൊ ഞാനൊന്ന് കഴിച്ചേക്കട്ടെ. സൂപ്പർ സോങ്. ഉണ്ടാക്കി നോക്കണേ.